എങ്ങനെയായിരുന്നു നിങ്ങളുടെ നീക്കം? മാം, പ്രിയങ്കയുടെ ആളുകള് പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയ വാഹനത്തിന്റെ സഞ്ചാരം കേന്ദ്രീകരിച്ച് ഞങ്ങൾ വിവിധ റോഡുകളിലുള്ള CCTV പരിശോധിച്ചു. അതനുസരിച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് അവര് പ്രിയങ്കയെ ഇറക്കി വിട്ടുവെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അവരുടെ വണ്ടി പ്രിയങ്കയെ ഇറക്കി വിട്ടതിന് ശേഷം മറ്റൊരു വണ്ടിയിൽ വന്ന ആളുകൾ പ്രിയങ്കയെ ആ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി. അതിന്റെയും CCTV ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗുഡ്. നിങ്ങൾ വാഹനത്തിൽ ഫോളോ ചെയ്തില്ലേ? ശ്രമിച്ചു മാഡം. പക്ഷെ സമീപ പ്രദേശത്തെ CCTV ഉള്ള സ്ഥലത്തു നിന്നും ആ വാഹനത്തിന്റെ സഞ്ചാരം കണ്ടുപിടിക്കാനായില്ല. മാം, ആ പ്രദേശത്തെക്കുറിച്ചും അവിടുന്ന് പ്രിയങ്കയെ കൊണ്ടുപോയ സ്ഥലത്തെക്കുറിച്ചും വ്യക്തമായ ധാരണ അവർക്കുണ്ട്. ഒരുപക്ഷെ പുറകിൽ ഒരു ബുദ്ധികേന്ദ്രം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിന്റെ സഞ്ചാരം കണ്ടുപിടിക്കാൻ നമുക്കായെന്ന് വരില്ല. ആ ബുദ്ധികേന്ദ്രം കണിമംഗലം ചന്ദ്രശേഖരനായിരിക്കാം, അല്ലെങ്കിൽ CA ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചായിരിക്കാം, അല്ലേ? യെസ് മാം. പ്രമോദ്, ചന്ദ്രശേഖരനും CAയ്ക്കും സ്ട്രോങ് അല്ലാത്ത ഒരു എവിഡൻസുമായി സഞ്ചരിക്കാനാവില്ല. ഇറ്റ് മസ്റ്റ് ബി ക്രിസ്റ്റൽ ക്ലിയർ. കോടതിയിൽ ഒരിക്കൽ നമ്മൾ അവർക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ അത് വെറുതെ ആകാൻ പാടില്ല. സോ സംഘടിപ്പിക്കാൻ പറ്റുന്ന തെളിവുകൾ മുഴുവൻ നമ്മൾ സംഘടിപ്പിക്കണം. പ്രിയങ്കയെ അവർ പിക്ക് ചെയ്ത സ്ഥലം, പ്രിയങ്ക മരിച്ചു കിടന്ന സ്ഥലം, ഇതിനിടയിലുള്ള ദൂരമാണ്, അതിന്റെ വ്യക്തതയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ പ്രിപ്പയർ ഫോർ ദാറ്റ്. എത്രയും വേഗം നമുക്കത് കണ്ടെത്താനാവുന്ന വിശ്വാസമുണ്ട് മാഡം. അടുത്ത ടീം മീറ്റിംഗില് വെറും വിശ്വാസം പോരാ, ഉറച്ച വിശ്വാസം തന്നെ വേണം. ഓക്കേ? ആ നാടോടി സംഘം